ഹിരൺദാസ് മുരളി അഥവാ വേടൻ. ആരാണ് വേടൻ? വേടൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം പ്രശസ്തിയും ചർച്ചയുമാകുന്നത്? അല്ലെങ്കിൽ വേടൻ നൽകുന്ന ഓരോ വരികളും ഓരോ ഗാനങ്ങളും എങ്ങനെയാണ് സമൂഹത്തെയും ലോകത്തെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നത്? ഈ ഒരു നിലവിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരണങ്ങളും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മാത്രമല്ല ഈ വീഡിയോ പോകുന്നത്. വേടൻ ഈ കേരളത്തിന് നൽകുന്ന ചില ചോദ്യങ്ങളും ഉത്തരം കിട്ടാത്ത മറുപടികൾക്കും ഇടയിലാണ് കേരളം വേടൻ്റെ നിലവിലെ പ്രശ്നങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വേടൻ? എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെയാണ് വേടനെയും ഒപ്പമുണ്ടായിരുന്ന 8 പേരെയും പോലീസ് പിടികൂടിയത്. ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു. ഇതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന പുലിപ്പല്ല് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും പുലിപ്പല്ലാണെന്ന് കൃത്യമായി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് വേടനെതിരെ മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനം വകുപ്പ് കേസെടുത്തത്. ഇതോടെ കഞ്ചാവ് കേസിൽ നിന്നും ജാമ്യം ലഭിച്ച വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലായി. തുടർന്ന് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്ന ഗായകൻ സത്യത്തിൽ വളരെയധികം ശക്തമായ രീതിയിൽ ഇടപെടുന്ന ഓരോ നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടായാലും മാധ്യമങ്ങളുടെ മുന്നിലായാലും അദ്ദേഹം സംസാരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൃത്യമാണ്, വ്യക്തമാണ്. നിലവിലെ മൃഗവേട്ടയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വനം വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കോടതിയുടെ മുന്നിൽ വേടൻ ചെയ്തിരിക്കുന്ന കുറ്റമാണെന്ന് വനംവകുപ്പിന് തെളിയിക്കാൻ കഴിയുന്നുവെങ്കിൽ മിനിമം 7 വർഷം വരെ ജയിലിൽ കഴിയാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പാട്ട് പാടുന്നതിന് മുന്നേ 2 പാട്ട് പാടാം. അത് ഞാൻ വീട്ടിൽ പോകും, സമ്മതിക്കില്ല എന്നോട്. ഞാനൊരു മോനെ പരിചയപ്പെടുത്താമോ? നമുക്ക് 2 മിനിറ്റ് പ്ലീസ് 2 മിനിറ്റ് സംസാരിക്കാൻ സമയം തരുന്നേ. 2 മിനിറ്റ് ഇറങ്ങണം. 2 മിനിറ്റ്. അവന്റെ വയ്യായിക എന്താണ്, അതിന്റെ പേര് പറയാൻ പോലും എനിക്കറിയാൻ പാടില്ല. അവന് സുഖം കിട്ടുന്നതേ അവന് ഒരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിൽ ഏറുമ്പോഴാണെന്ന് അവന്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ. അവന് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ്. അവന് ഓരോ തവണ ഓരോ വേദികൾ കയറി അവൻ വീട്ടിൽ പോകുമ്പോൾ അവൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണെന്ന്. വേറൊരു കാര്യമുണ്ട്, അവൻ വീൽ ചെയറിൽ വരുന്നില്ല. നിങ്ങൾ കണ്ടാൽ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുളമൊന്നും പറയില്ലടാ, കുടിച്ച് കള്ളമൊന്നും പറയില്ലടാ. നമ്മൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഗായകർ എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ചരിത്രം അവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഒരാളായി മാറാൻ വേടനെ നമ്മൾ സമ്മതിക്കരുത് എന്നുകൂടിയാണ് കേരളത്തോട് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് വേടനെ പോലെയുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ അസമത്വത്തിന്റെ മുന്നിൽ, അനീതിയുടെ മുന്നിൽ പ്രതികരിക്കുന്ന ഓരോ ഗായകരും ചരിത്രത്തിൽ നിന്ന് അകന്നു പോകുന്നത്? കേരളത്തിന്റെ പുതുതലമുറയുടെ ഉള്ളിലേക്ക് ഒരു ബോബ് മാർലിയുടെ ഉദയം ഇനി എത്രമാത്രം അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടാകും എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. 36-ാം വയസ്സിൽ ബോബ് മാർലിയും 42-ാം വയസ്സിൽ പീറ്റർ ഡോഷും മരിച്ചു പോയെങ്കിലും ഇന്നത്തെ ഏതൊരു ഗായകനേക്കാളും കൂടുതൽ ലൈവായി അവർ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം അവർ ആഗ്രഹിച്ച ലോകം ഇതുവരെ പുറന്നിട്ടില്ലെന്നും അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തെറ്റല്ലെന്നും എക്കാലത്തും അതിന് പ്രസക്തി ഉണ്ടെന്നുള്ളതുമാണ് സത്യം. അമേരിക്കയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അധിനിവേശത്തിനെതിരെ വളരെ കൃത്യമായ മറുപടിയാണ് ബോബ് മാർലിയുടെ പാട്ടുകൾ. ബഫല്ലോ സോൾജിയർ എന്ന പാട്ട് അമേരിക്കൻ ജനതയുടെ, അമേരിക്കൻ വെളുത്ത വർഗത്തിന്റെ ഉറക്കം കെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തതാണെങ്കിൽ അമേരിക്കൻ ഡ്രീം കുറച്ചുകൂടി ആഴത്തിൽ അവരുടെ അഭിമാനത്തിൽ മൊട്ടുസൂചി തറക്കുകയാണ് ചെയ്തത്. ജമൈക്കയിലെ കറുത്തവർഗക്കാർക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടും നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ജനതയുടെ ആത്മാഭിമാനത്തിന്റെ സ്വരം അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. ഗെറ്റ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റോപ്പ് ദ ട്രെയിൻ, സ്റ്റെപ്പിംഗ് റേസർ,
ഇങ്ങനെയുള്ള ഗാനങ്ങൾ നമ്മൾ ഓരോ ഇഴകീറി പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊക്കെ അതിൽ നിന്നും പല അർത്ഥങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനും ഉള്ളത്. അതായത് കറുത്ത വർഗ്ഗക്കാരുടെ മുന്നിൽ പീറ്റർ ഡോഷും ബോബ് മാർലിയും പാടുമ്പോൾ അതിൽ നിന്ന് വരുന്ന വരികൾ, അതായത് നിങ്ങളെ വിഡ്ഢികളാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനുള്ള സാഹചര്യം നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്, മറ്റാരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള അവകാശവും അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ തന്നെയാണ് പീറ്റർ ഡോഷും ബോബ് മാർലിയും ഒക്കെ തന്നെ കറുത്ത വർഗ്ഗക്കാരെ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള നിലപാടുകളുടെ തീ പോലെയുള്ള ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി അവർ പാടിക്കൊണ്ടിരുന്നത്. പീറ്റർ ഡോഷ് പിന്നീട് ബെന്നി ബെയ്ലറിനെ പോലെ സോളോ ഗ്രൂപ്പ് തുടങ്ങുകയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അദ്ദേഹം സോളോ ഗ്രൂപ്പ് തുടങ്ങി പലവിധ ആൽബങ്ങൾ ചെയ്തു പോകുന്ന ആ സമയത്താണ് അധികാരി വർഗത്തിന്റെ കണ്ണിലെ കരടായി പീറ്റർ ഡോഷ് മാറുന്നത്. അതീവമായ ക്രൂര പീഡനത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് 1976 ലീഗലൈസ് ഇറ്റ്, അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് 1977, നോ ന്യൂക്ലിയർ വാർ 1987. അന്ന് അക്കാലത്ത് ഏറ്റവും തീ പോലെ പടർന്ന് പോകുന്ന ഗാനങ്ങൾ പോലെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ആൽബങ്ങളായിരുന്നു അന്ന്. ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഗാനങ്ങൾ പാടുന്ന അല്ലെങ്കിൽ അനീതിക്കും അസമത്വത്തിനും എതിരെ സംഗീതത്തിന്റെ പാതയിലേക്ക് വരുന്ന ഏതൊരു ഗായകനെയും അധികാരി വർഗം ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതിന്റെ നേരെ ഉദാഹരണങ്ങളാണ് ഇതുവരെ പറഞ്ഞു വന്നത്. പാട്ട് ഇങ്ങനെ എക്കാലത്തും പ്രതിരോധമാകുന്നുണ്ട്. അലക്സാണ്ടർ പുഷ്കിന്റെ ക്യാപ്റ്റന്റെ മകൾ നോവലിൻ പീറ്റർ മൂന്നാമൻ ചക്രവർത്തിയുടെ മകളായ കാതറീൻ ദ ഗ്രേറ്റിന്റെ കാലത്ത് നടന്ന കർഷക വിപ്ലവത്തിലെ നായകനും നോവലിലെ വില്ലനുമായ യമല്യൻ പുകച്ചോർ ഓരോ ദിവസവും പോരാട്ടങ്ങൾക്ക് ശേഷം തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വൈകാരികത നിലനിർത്തുന്നത് പരസ്പര ബന്ധവും കരുത്തും ഉറപ്പിക്കുന്ന പാട്ടുകളിലൂടെയായിരുന്നു. തോൽവിയും കൊലക്കയറും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് പാടി വൈകാരികതയിൽ എത്തിച്ചേരുന്ന പാട്ടുകൾ അങ്ങേയറ്റം ആവേശകരവും വേദനാജനകവുമായിരുന്നു. വേടന്റെ പാട്ടുകൾ ജമൈക്കയുടെ സംഗീതം പോലെ അനീതിയുടെ കഴുകൻ കണ്ണുകളിലേക്ക് ഓങ്ങിയ കുന്തമുനകളാണ്. ജാതിയുടെ അടരുകളിൽ അധികാരത്തിന്റെ സംഖ്യകളുടെ പെരുക്കം കണ്ടെത്തുന്ന രാഷ്ട്രീയം ലോകത്ത് ഒരിടത്തും ഇത്തരം പാട്ടുകളെ ക്ഷമയോടെ വീക്ഷിച്ചിട്ടില്ല. നീർനിലങ്ങളിൽ അടിമയാരുടമയാര് എന്ന 2-3 വാക്കുകളിൽ തന്നെ അഗാധമായ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നോട് തലപ്പാവിനെന്ത് തിളക്കം, തലപ്പാവിനെന്ത് തിളക്കം, തലപ്പാവിനെന്ത് തിളക്കം, എന്റെ തലപ്പാവിനെന്ത് തിളക്കം. നമ്മളൊക്കെ കുറച്ചു നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വേടന്റെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നാണ് ഞാൻ പാണനല്ല, പുലയനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല, ആണേ എനിക്ക് ഒരു മയിലുമില്ല എന്ന് പറയുന്ന ഒരു ഗാനം പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന മേൽജാതി സവർണ മലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ആത്മധൈര്യത്തോടെയും ചങ്കുറപ്പോടെയും വേടൻ നിന്ന് പാടുന്നത്. ഇതൊരിക്കലും നമ്മളല്ലാതെ മറ്റൊരു സമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും വേണ്ടത് ഈ ജനതയുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അത് സിനിമ ചെയ്തതിനൊക്കെ ഇഡി റൈഡ് വരുന്ന കാലഘട്ടമാണ്. സിനിമ ചെയ്തതിനൊക്കെ ഇഡി റൈഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണം എന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. മനസ്സിലാവണ്ട. കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ. എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറുബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ. ഇതിനൊപ്പം തന്നെ ഇന്ത്യ ഒട്ടാകെ വലയം ചെയ്തിരിക്കുന്ന വലിയ ഒരു അസമത്വത്തിന്റെ രാഷ്ട്രീയത്തെ വേടൻ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്ന ചില സ്റ്റേജുകളിൽ സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ED റൈഡിങ് നടന്ന അതിന്റെ മറുപടി എന്നോണം ഒരു 2-3 വാക്കുകളിൽ വേടൻ സംസാരിക്കുന്നുണ്ട്. അതായത് കാർന്നവന്മാരെല്ലാം തെറ്റായ പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് നിങ്ങളിൽ മാത്രമാണ് പ്രതീക്ഷ എന്നൊരു 2 വാചകത്തിൽ ഒതുക്കുന്നുണ്ട് വേടൻ.
ആ 2 വാചകം പോലും ചില രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ നിലവിലെ ഭരണകൂടത്തിന് സഹിക്കില്ല എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ വേടനെ ഒപ്പം സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. തങ്ങളുടെ തലമുറയാണ് 916 എന്ന് ധരിച്ചിരിക്കുന്ന ഓരോ തലമുറകളും ചെറുപ്പക്കാരെ നോക്കുമ്പോൾ കുഴപ്പങ്ങളുടെ കൂമ്പാരമാണ്. എന്നാൽ ഇന്നത്തെ യുവാക്കൾ ചില അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തൊട്ടു മുമ്പുള്ള 2 തലമുറകളേക്കാൾ എത്രയോ മെച്ചപ്പെട്ട മനുഷ്യരാണ്. അവരുടെ സൗഹൃദങ്ങൾക്ക് ഇപ്പോൾ അധികമായി ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ല. പുതിയ കാലത്തിന്റെ രാഷ്ട്രീയവും സാമൂഹിക ചലനങ്ങളും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് വേടന്റെ പാട്ടിലെ സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വരം അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ജാതിയുടെ മുകളിൽ, അതായത് ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യനോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തി, അനീതി, ഇതിനെക്കുറിച്ചൊക്കെ പാട്ടുകൾ സ്പർശിച്ചുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. ഇത് കേൾക്കാനായിട്ട് ജാതി കോട്ടകൾക്കുള്ളിലിരിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അവർ കേവലം മനുഷ്യരുടെ പ്രശ്നത്തിൽ നിന്ന് മാറിയിരിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് വേടന്റെ ജാതി മാത്രമല്ല അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനോടൊപ്പം വേടന്റെ പാട്ട് കേൾക്കാൻ ജാതിക്കും മതത്തിനും അപ്പുറത്ത് സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഒരു ജന ഇരമ്പല് വേടന്റെ പാട്ടിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഇടമാണ് ചിലരെ അസ്വസ്ഥരാക്കുന്നത്. ഇനി വേടന്റെ പാട്ടുകൾ 2 രീതിയിലാണ് അത് ഇപ്പോൾ നിലവിലെ അസ്വസ്ഥരായിരിക്കുന്നവരെ ബുദ്ധിമുട്ടാക്കുന്നത്. അതായത് ആരാണോ വേടന്റെ പാട്ടുകളെ ശത്രുവായി കാണുന്നത്, ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അവരെങ്ങനെയാണ് ഇതിനെ അല്ലെങ്കിൽ വേടനെ എതിർക്കുന്നത്, വേടനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്, അവരെങ്ങനെയാണ് അസ്വസ്ഥരാകുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ സംഗീത പരിപാടി ഇപ്പം വേടന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു. ആ വേടന്റെ പ്രോഗ്രാം നടക്കുന്ന കാണികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ജാതിയോ മതമോ അല്ലെങ്കിൽ അതിന്റെ വർണ്ണങ്ങളോ ലിംഗമോ അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല. ഒരു കൂട്ടം മനുഷ്യർ വേടന്റെ പാട്ട് കേൾക്കാനായിട്ട് ചെന്ന് കയറുകയാണ്. അതിൽ ഒരു സൂചി ഇടാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും ജനസാന്ദ്രതയാണ് അവിടെ വരുന്നത്. അത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേടന്റെ പാട്ട് കേൾക്കാനായിട്ട് വേടന്റെ സമൂഹത്തിലുള്ളവർ മാത്രമാണ് വരുന്നതെങ്കിൽ ഇവിടെ ആരും അസ്വസ്ഥരാകത്തില്ല. മറിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജാതിക്കും മതത്തിനും അതീതമായി വേടനെ കേൾക്കാനായിട്ടാണ് അവിടെ ആൾക്കാർ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം വേടൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വേടൻ പാടുന്ന പാട്ടിലെ വരികളാണ്. അതായത് ഒരു മനുഷ്യന്റെ രക്തം ചൂട് പിടിക്കുന്ന രീതിയിലുള്ള വരികളാണ് വേടന്റെ പ്ലസ് പോയിന്റ്. അത് കേൾക്കാനും അത് ആസ്വദിക്കാനുമാണ് അവിടേക്ക് ആർത്തിരമ്പുന്നത് മനുഷ്യൻ. അപ്പോൾ നാളെ ഇതുവരെ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന കുറച്ച് രാഷ്ട്രീയ തൊഴുത്തുകളും അതുപോലെ തന്നെ ജാതി തൊഴുത്തുകളും ഈ സാമൂഹിക അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം അഴിഞ്ഞ് വീഴുന്ന ഒരു സമയമാണത്. അതായത് വേടനെ കേൾക്കുന്ന അല്ലെങ്കിൽ വേടന്റെ പ്രോഗ്രാം ഫുള്ളായിട്ട് കേട്ടത് മനസ്സിലാക്കുകയും വേടൻ സംസാരിക്കുന്ന രാഷ്ട്രീയം മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാതാകുന്നത് കക്ഷി രാഷ്ട്രീയവും അതുപോലെ തന്നെ ജാതി മേൽക്കോയ്മയുമാണ്. ഇത് രണ്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉണ്ടാവും എന്നുള്ളത് ഭയന്നാണ് വേടനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മളൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്, ഒരു പാട്ടിൽ എന്തിരിക്കുന്നു? അതായത് ഒരു പാട്ടിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പാട്ടിനുള്ളിൽ ഒരു ഭരണകൂടം ഒളിഞ്ഞിരിക്കുന്നു എന്നുണ്ടോ തന്നെയാണ് സാരം, അല്ലെങ്കിൽ അതാണ് പറയാനുള്ളത് തന്നെ. ഒരു കവിക്ക് രാഷ്ട്രീയത്തിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ വലിയ ബന്ധമുണ്ട്. ഇംഗ്ലീഷ് കവിയായ ബൈറൺ തൻ്റെ നാട് വിട്ടുപോയി ഗ്രീസിൽ താമസിക്കുകയും അവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി മരിക്കുകയും ചെയ്തു. ഗ്രീസിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി 60ഓളം തെരുവുകൾക്ക് ബൈറൺ എന്ന പേര് നൽകിയിട്ടുണ്ട്. ആൺകുട്ടികളുടെ അവിടുത്തെ ഓമന പേര് പോലും ബൈറൺ എന്ന് തന്നെയാണ്. അതായത് പാട്ടുകളോട് പാട്ടിന് പോകാൻ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സാരം. മൃഗവേട്ടയുടെ പേരിൽ, പുലിപ്പല്ല് സൂക്ഷിച്ചതിന്റെ പേരിൽ വേടനെ ഇത്രയധികം വേട്ടയാടുന്നവരോട് ഒരൊറ്റ ചോദ്യം മാത്രം. 1000 പുലിപ്പല്ലിന്റെ വ്യാപ്തിയുള്ള
ആനക്കൊമ്പ് സൂക്ഷിച്ച വ്യക്തി ഇവിടെ സസുഖം വാഴുകയാണ് വർഷങ്ങളായി. നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിക്കുക, അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ? ജയ് ഭീം, നന്ദി, നമസ്കാരം.